നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലാ കേരളോത്സവത്തിന് അരങ്ങുണർന്നു. ഇന്ന് സ്റ്റേജ് ഇതര മത്സരങ്ങൾ, നാളെ ഔപചാരിക ഉദ്ഘാടനവും കലാമത്സരങ്ങളും. 29-ന് കേരളോത്സവത്തിന് തിരശ്ശീല വീഴും. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. സംഗമം ഗോകുലം ഓഡിറ്റോറിയത്തിൽ. ഒന്നിക്കാം ഒന്നുകൂടിയിൽ ഒത്തുചേർന്നത് 84-85 ബാച്ച്. ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് CP ജോൺ. ഭൂരിപക്ഷ വർഗീയത അപകടം. BDJSന് UDFിലേക്ക് സ്വാഗതം. പിന്നോക്ക സംവരണം വേണ്ടെന്ന BJPയുടെ നിലപാടിനെ എതിർക്കണമെന്നും CP ജോൺ. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി. കണ്ണൂർ അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി. നാളെ വൈകുന്നേരം 5 മണിക്ക് നിയമസഭാ സ്പീക്കർ N ഷംസീർ കേരളോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. സ്റ്റേജ് മത്സരങ്ങൾ നാളെ രാവിലെ ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്ക് നിയമസഭാ സ്പീക്കർ N ഷംസീർ കേരളോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. 5 വേദികളിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. MTയുടെയും മൻമോഹൻ സിംഗിന്റെയും നിര്യാണത്തിൽ ദുഃഖമുണ്ടെങ്കിലും മത്സരങ്ങൾ മാറ്റിവെക്കാൻ നിർവാഹമില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. ജില്ലാ കേരളോത്സവം ഇന്നും നാളെയും മറ്റന്നാളുമായി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച നിലയിൽ ഉദ്ഘാടന പരിപാടി വെച്ചുകൊണ്ട് നടത്തുന്നതിന് വേണ്ടി ഇന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സാഹിത്യ ലോകത്തെ കുലപതിയായിട്ടുള്ള MDയുടെ നിര്യാണത്തെ തുടർന്ന്, അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അനുശോചന യോഗം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇനി പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ ഓഫ് സ്റ്റേജ് മത്സരം മാറ്റിവെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മുതൽ പരിപാടി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഈ വരുന്ന ജനുവരി മാസം ഫസ്റ്റ് വീക്കോടുകൂടി സ്റ്റേറ്റ് മത്സരവും അതുപോലെ തന്നെ സെക്കൻഡ് വീക്കിൽ ദേശീയതല മത്സരവും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാതല മത്സരം നമ്മൾ ഇന്ന് ആരംഭിച്ചിട്ടില്ലെങ്കിൽ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റേറ്റ് മത്സരത്തിലും അതുപോലെ ദേശീയ മത്സരത്തിലും പങ്കെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വിജയിച്ച മത്സരാർത്ഥികൾക്ക് സാധിക്കാത്ത ഒരവസ്ഥ വരുന്നതുകൊണ്ട് ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരം ഇവിടെ വെച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത സ്റ്റേജുകളിലായി അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. 29-ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തോട്ടട നാഷണൽ ഹൈവേയിലെ ഹൈ ടെൻഷൻ ലൈനിൽ തീപിടുത്തം. കൗസല്യ കമ്പനിക്ക് മുന്നിലായിരുന്നു ലൈനിൽ തീ പടർന്നത്. സിറ്റി ചാനലിന്റെ കേബിളുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. പ്രദേശത്തെ ഇന്റർനെറ്റ് സംവിധാനവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വനിതാ കമ്മീഷൻ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷയുടെ നേതൃത്വത്തിൽ നടന്ന സിറ്റിംഗിൽ 77 കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. ഗാർഹിക പീഡനവും സ്ത്രീകൾ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് കമ്മീഷൻ മുൻപാകെ വന്ന മിക്ക പരാതികളുമെന്ന് അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ പറഞ്ഞു. പരാതികളിൽ 15 തീർപ്പാക്കി. 6 പോലീസ് റിപ്പോർട്ടിനും 3 ജാഗ്രതാ സമിതിക്കും 3 ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ടിനും വിട്ടു. 50 കേസുകൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. ഇന്ന് 4 പരാതികളാണ് പുതുതായി ലഭിച്ചത്. ഗാർഹിക പീഡനം, വഴിതർക്കം, സ്ത്രീകൾ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് കമ്മീഷൻ മുമ്പാകെ വന്ന മിക്ക പരാതികളുമെന്ന് അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നത്തെ കണ്ണൂർ സിറ്റിംഗിൽ ടോട്ടൽ 77 കേസാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 15 കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 6 കേസ് പോലീസ് റിപ്പോർട്ടിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ജാഗ്രതാ സമിതിക്ക് 3 കേസ് വിട്ടിട്ടുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റിക്ക് 3 കേസ്. നെക്സ്റ്റ് സിറ്റിങ്ങിലേക്ക് 50 കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്ന് പുതുതായിട്ട് 4 പരാതികൾ കിട്ടിയിട്ടുണ്ട്.
ഇന്നത്തെ സിറ്റിങ്ങിൽ അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ, അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ, അശ്വതി രമേശൻ എന്നിവർ പങ്കെടുത്തിട്ടുണ്ട്. പൊതുവെ ഗാർഹിക പീഡനം, വഴിത്തർക്കം, സ്വത്ത് തർക്കം, സ്വർണം പണയം വെക്കാൻ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പരാതികൾ, സാമ്പത്തിക ഇടപാട്, അത്തരത്തിലുള്ള പരാതികളാണ് ഇന്നും കമ്മീഷൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത് കൂടുതലായിട്ടും. അഡ്വക്കേറ്റുമാരായ പത്മജ പത്മനാഭൻ, ചിത്തിര ശശിധരൻ, അശ്വതി രമേശൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സുസ്ഥിരമായ ഒരു വിപണിയെ പരിപോഷിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കാനും ഉന്നമനം നൽകാനും ലക്ഷ്യമായിട്ടുള്ള എക്സിബിഷൻ ട്രേഡ് എക്സ്പോ കയറിവാ മക്കളെ നാളെ നടക്കും. കണ്ണൂരിലെ ആനയിടക്കിലുള്ള റിഫ്താല ബാങ്ക്വറ്റിൽ രാവിലെ 11-ന് മുൻമേയർ സീനത്ത് ഉദ്ഘാടനം ചെയ്യും. മെഹന്തി, ലൈവ് ഫുഡ്, വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, ആഭരണങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ബാഗുകൾ, കാലിഗ്രഫി, ഹോം മെയ്ഡ് മിക്സുകൾ, അച്ചാറുകൾ, സസ്യങ്ങൾ, ഓർഗാനിക് പോട്ടിംഗ് മിശ്രിതം, സോയിൽ എൻഹാൻസർ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. പങ്കെടുക്കുന്നവർക്ക് ലക്കി ഡിപ്പിലൂടെ ആവേശകരമായ ബമ്പർ സമ്മാനങ്ങൾ ലഭിക്കും. നമ്മളെ താണക്കുള്ള ആ ഒരു മാർക്കറ്റിൽ ആ ഒരു ഇക്കോണമിയും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ആരെങ്കിലും അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുക, ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുക്കുക. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടുള്ള ഷോപ്പുകളിലുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോവുക. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് നമ്മൾ ഓൺലൈനിൽ പോകുന്നതിന് പകരം നമ്മൾ ഓഫ്ലൈൻ നമ്മളുടെ ഈ മാർക്കറ്റിൽ തന്നെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ഒരു സ്റ്റാർട്ടാണ് നമ്മളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 28 ശനിയാഴ്ച ആനയിടുക്ക് റോഡിലെ റിഫ്ത ബാങ്കറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങനെ പല പുതിയ അവരുടെ ചെറുതും വലുതുമായ സംരംഭങ്ങൾ അവർ മുന്നോട്ടേക്ക് വന്നിട്ട് ചെയ്യുന്ന ഒരു എക്സ്പോ ആണ് കയറിവാ മക്കളെ എന്ന പേരിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. റഹ്മത്ത് സാദിഖ്, CM ഫെബിൻ, ഷംനാസ് സുനീത്, കെ ഷാനിബ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കേരളോത്സവത്തിന് അരങ്ങുണർന്നു. ഇന്ന് സ്റ്റേജ് ഇതര മത്സരങ്ങൾ, നാളെ ഔപചാരിക ഉദ്ഘാടനവും കലാമത്സരങ്ങളും. 29-ന് കേരളോത്സവത്തിന് തിരശ്ശീല വീഴും. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. സംഗമം ഗോകുലം ഓഡിറ്റോറിയത്തിൽ. ഒന്നിക്കാം ഒന്നുകൂടിയിൽ ഒത്തുചേർന്നത് 84-85 ബാച്ച്. ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് CP ജോൺ. ഭൂരിപക്ഷ വർഗീയത അപകടം. BDJSന് UDFിലേക്ക് സ്വാഗതം. പിന്നോക്ക സംവരണം വേണ്ടെന്ന BJPയുടെ നിലപാടിനെ എതിർക്കണമെന്നും CP ജോൺ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ 1985 SSLC ബാച്ച് വിദ്യാർത്ഥികൾ ചക്കരക്കല്ലി ഗോകുലം AC ഓഡിറ്റോറിയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഒന്നിക്കാം ഒന്നുകൂടി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറും അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഭരണസമിതി അംഗവും 1985 SSLC ബാച്ച് വിദ്യാർത്ഥിയുമായ അനിൽകുമാർ MV ഉദ്ഘാടനം ചെയ്തു. അവരുടെ മക്കളായിട്ട് 3 പേര്, സുകുമാരൻ, സോമൻ, ജയൻ, എല്ലാവരും ചിതറിപ്പോയി. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്നതായ സുഖം, പക്ഷേ അതിൽ ആ സിനിമയിൽ ജയൻ മരണപ്പെട്ടു പോകുന്നുണ്ട്, എന്നേക്കുമായിട്ട് മൺമറഞ്ഞു പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒടുവിൽ സംഗമിക്കുന്നത് പോലെ നാം ചെതറിപ്പോയിടക്കിൽ നിന്ന് 1985 നിന്ന് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റ് വിട്ട്, അങ്കണം വിട്ട് പുറത്തേക്ക് പോയപ്പോൾ നമുക്ക് പിന്നീട് ഇതുപോലെ ഒന്ന് ഇരുന്ന് മുഖതാവിൽ കണ്ട് സംസാരിക്കാനുള്ളതായ സാഹചര്യങ്ങളെ ഉണ്ടായിട്ടില്ല. ആ സാഹചര്യങ്ങൾക്ക് ഇന്ന് രൂപപ്പെടുത്തിയെടുത്തത് കഴിഞ്ഞ വർഷം മുതൽ നിതാന്ത ജാഗ്രതയോടുകൂടി വലിയ തോതിൽ അസീസിനെ പോലുള്ളവർ, അശോകനെ പോലുള്ളവർ, യാസീനെ പോലുള്ളവർ നന്നായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് അഭിസംബോധന ചെയ്യാനും മുഖാമുഖം കാണാനും സാധിക്കുന്നത്. അബ്ദുൽ അസീസ് MV, ബാബു തുമ്പോളി, മുഹമ്മദ് യാസിൻ, അശോകൻ പുതിയാണ്ടി, ശ്രീമതി നിഷ PK തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1984-85 അധ്യയന വർഷം അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച് 1985 മാർച്ചിൽ SSLC പരീക്ഷ എഴുതിയ മുഴുവൻ ആളുകളെയും ഒന്നിപ്പിക്കാൻ വാട്സപ്പ് കൂട്ടായ്മ ഒന്നിക്കാം ഒന്നുകൂടി എന്ന പേരിൽ അതിബൃഹത്തമായ പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു. രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി പരിപാടികൾ ആരംഭിച്ചു. മുഹമ്മദ് യാസിൻ DCയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അശോകൻ പുതിയാണ്ടി സ്വാഗത ഭാഷണം നടത്തി. അതേ ബാച്ച് വിദ്യാർത്ഥികളായ ഡോക്ടർ വിനയൻ ഉത്തമൻ, നൌഷാദ് MK, സുരേഷ് ബാബു, ഷൈമലത എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിനോദ് കുമാർ CK, ഷൈമലത എന്നിവർ അവതാരകരായിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളായ MV അബ്ദുൽ അസീസ്, വിദ്യാ സുധി, സുഷമ, അനിൽകുമാർ MV, ബാബു തുമ്പോളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം വിവിധ കലാവിനോദ പരിപാടികൾ നടത്തി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ജൂൺ മാസം ഇതേ ബാച്ച് വിദ്യാർത്ഥികൾ നീലേശ്വരത്ത് ഹൗസ് ബോട്ട് ഏകദിന സഹവാസം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ദിനത്തിൽ 1983, 84, 85 വർഷങ്ങളിൽ SSLC പാസ്സായവരുടെ ബൃഹത് സംഗമം അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്തി. RPFും പോലീസും യാത്രക്കാരുമാണ് രക്ഷകരായത്. ചെറുവത്തൂരിലെ രമേശിനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യം വ്യാഴാഴ്ച ഉച്ച മുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ വീണയാളെ RPFും പോലീസും യാത്രക്കാരനും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 1-ലായിരുന്നു അത്ഭുതകരമായ രക്ഷപ്പെടൽ നടന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യം വ്യാഴാഴ്ച മുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ചെറുവത്തൂരിലെ രമേശാണ് രക്ഷപ്പെട്ടത്. RPF കോൺസ്റ്റബിൾ പുരുഷോത്തമനും റെയിൽവേ പോലീസ് ഓഫീസർ ലഗേഷും മറ്റൊരു യാത്രക്കാരനും ഓടിയെത്തി രമേശിനെ ട്രെയിനിനടിയിൽപ്പെടാതെ വലിച്ചെടുക്കുകയായിരുന്നു. സമാനമായ സംഭവം 2 മാസം മുൻപ് ഇതേ സ്റ്റേഷനിൽ നടന്നിരുന്നു. ഇരിട്ടി മുണ്ടയാംപറമ്പ് ശ്രീ തറക്കുമേത്തൽ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവം നടന്നു. 25, 26, 27 തീയതികളിൽ നടന്ന മഹോത്സവത്തിന് ക്ഷേത്രം മേൽശാന്തി കീഴ്പ്പാട്ടിലം വാസുദേവൻ നമ്പൂതിരി കൊടിയേറ്റിയതോടെയായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്. താലപ്പൊലി, ഘോഷയാത്ര, ചെണ്ടമേളം, പഞ്ചവാദം, കാവടിയാട്ടം തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അരങ്ങേറി. പിന്നോക്ക സംഘടനയായ BDJS UDFിലേക്ക് വരണമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരം. ഇത് BDJS തിരിച്ചറിയണം. അവർ ഉൾപ്പെടുന്ന പിന്നോക്കക്കാർ സംവരണം വേണ്ടെന്ന BJPയുടെ നിലപാടിനെ എതിർക്കണമെന്നും CP ജോൺ പറഞ്ഞു. ജാതി സെൻസ് ഉൾപ്പെടെയുള്ളവ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് അംഗീകരിക്കുന്നത്. പിന്നോക്കക്കാർക്ക് എതിരെ നിൽക്കുന്ന അമിത്ഷായുമായി മുന്നണിയിൽ ഇരിക്കണോ എന്ന് BDJSനെ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിലെ അംഗങ്ങൾ ചിന്തിക്കണമെന്നും CP ജോൺ പറഞ്ഞു. BJP ഉയർത്തുന്ന ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് ജയിക്കാം എന്ന കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജയരാഘവനെ പോലുള്ള ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് MV ഗോവിന്ദനുമെല്ലാം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്.
എന്നാൽ അതേ അർത്ഥത്തിൽ അത് പിണറായി വിജയൻ പറയുന്നത് ഞാൻ കാണുന്നില്ല. പക്ഷേ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വിജയരാഘവനും ഗോവിന്ദനും അത് ആവർത്തിക്കുകയാണ്. BJPയുടെ പരാജയം ഇവിടുത്തെ 1-2 ചെറിയ മുസ്ലിം പാർട്ടികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം കേന്ദ്രീകൃത പാർട്ടികൾക്ക് ചാർത്തി കൊടുക്കുകയാണ്. അവരുമായി ഞങ്ങൾ ചേർന്നതുകൊണ്ടാണ് ജയിച്ചത് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ 65% വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത്. 65% വോട്ട്. 22% വോട്ടാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി സത്യം മൊകേരിക്ക് കിട്ടിയത്. 10% വോട്ടാണ് BJPക്ക് കിട്ടിയത്. പിന്നെ ചെറിയ ചെറിയ വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ 65% വോട്ട് കോൺഗ്രസിൻ്റെ നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമ്പോഴും ആ വിജയത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയുക എന്ന് പറഞ്ഞാൽ അത് RSSനെ പോലും ലജ്ജിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ന്യൂനപക്ഷ സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെയും ഭൂരിപക്ഷ വർഗീയതയാണ് അപകടകരമാവുന്നതെന്ന് CP ജോൺ പറഞ്ഞു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം. ഇന്ത്യയിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. അവരോളം അപകടകരമല്ല ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷങ്ങൾ മത തീവ്രവാദത്തിലേക്ക് കൂടുതൽ പോകാതിരിക്കാൻ മതേതര ചേരിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഈ അർത്ഥത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP പറയുന്നതെന്ന് CP ജോൺ വ്യക്തമാക്കി. CPM ജയിച്ചത് BJPക്ക് ആത്മവിശ്വാസം പാടില്ലെന്നും മലബാറിലെ പോലെയല്ല തിരുവിതാംകൂർ എന്നും CP ജോൺ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CA അജീർ, P സുരേഷ് ബാബു, സുധീർ കടന്നപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. എളയാവൂർ CH സെന്റർ 20ാം വാർഷികാഘോഷം ഡിസംബർ 29 നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് ഹാളിൽ സ്പീക്കർ N ഷംസീർ വിവിധ കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1075ഓളം ആളുകൾ അധിവസിക്കുന്ന സാന്ത്വന പരിചരണ കേന്ദ്രം വളരെ തിങ്ങി നിറഞ്ഞ് പ്രയാസപ്പെടുന്ന, വളരെ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ആ സംവിധാനമുള്ളത്. അതിന് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ അവരെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഹോപ്പ് വാലി എന്ന പേരിൽ ഞങ്ങളൊരു പ്രൊജക്റ്റിന് രൂപം നൽകുകയും ആ പദ്ധതി 3 നിലകളിലായി 100ഓളം പേർക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരിടമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. ആ പ്രവർത്തനം ഏതാണ്ട് ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് ഫിനിഷിംഗ് ദശയിലാണ്. ഈ 20 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ഒരു വർഷത്തെ നമ്മുടെ കർമ്മപതി പരിപാടികളിൽ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ ഹോപ്പ് വാലിയുടെ ബിൽഡിംഗ് ഉദ്ഘാടനവും കൂടിയാണ്. അതോടൊപ്പം ഈ വാർഷിക പരിപാടി അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മൾ ഈ വരുന്ന 29ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 3:30 മണിക്ക് കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടത്തുന്നത്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അവറുകളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ അതിഥിയാവും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. ചടങ്ങിൽ പുതിയ ആംബുലൻസ് സമർപ്പണം, ക്യാൻസർ പാലിയേറ്റീവ് കെയർ പദ്ധതി ലോഞ്ചിംഗ് എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി KM ഷംസുദ്ദീൻ, ചെയർമാൻ CH മുഹമ്മദ് അഷ്റഫ്, ട്രഷറർ ഉമ്മർ പുറത്തിൽ, സത്താർ, എഞ്ചിനീയർ N അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വാരം കടാങ്കോട് നൂറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ SKSBV സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. സദർ മുഅല്ലിം ഹസനവി റഫീഖ് ഹുദവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി TV മഹ്മൂദ് സാഹിബ് പതാക ഉയർത്തി. ഷബീർ മൗലവി അധ്യക്ഷത വഹിച്ചു. PTA ട്രഷറർ ഗഫൂർ സാഹിബിന്റെ സാന്നിധ്യത്തിൽ ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളിലായി അറബിക് കാലിഗ്രഫി മത്സരം നടത്തി. സയ്യിദ് അലവി വാഫി, മഹ്മൂദ് മൗലവി കുമ്മായക്കടവ് എന്നിവർ നേതൃത്വം നൽകി. ചിരിയും കളിയും സെഷൻ ജാബിർ മാസ്റ്റർ കുനിമലും ഷബ്നം ടീച്ചർ പയ്യന്നൂരും കൈകാര്യം ചെയ്തു. EC എക്സാം സെക്ഷനിൽ ഹസനവി ഷരീഫ് ഹുദവി ഇരിക്കൂർ ക്ലാസ് എടുത്തു.
എഫക്റ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ സാജിദ ടീച്ചർ ഉമ്മമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൈമാറി. ഇശാനിസ്കാര ശേഷം മജ്ലിസുന്നൂറും മാസാന്ത സ്വലാത്തോടും കൂടി ക്യാമ്പ് പരിസമാപ്തി കുറിച്ചു. മഹല്ല ട്രഷറർ സൂപ്പി ഹാജി, ഖാലിദ് NP, പരീദ് ഹാജി, അനസ് അസ്ഹരി, മുസമ്മിൽ M, അജ്മൽ M തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ സിറ്റി ഉരുവച്ചാൽ ശാഖ SKSSFന്റെയും മഹല്ല് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ RMS സുബൈർ സാഹിബ് അനുസ്മരണവും ലഹരിക്കെതിരെയും സാമൂഹ്യ തിന്മകൾക്കെതിരെയും ലൈറ്റ് ഓഫ് ലൈഫ് എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹല്ല് സെക്രട്ടറി നഹീം തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ നടമാടുന്ന തിന്മകളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചും സൈബർ ക്രൈമുകളെക്കുറിച്ചും കണ്ണൂർ സിറ്റി സബ് ഇൻസ്പെക്ടർ വിനോദ് RP ബോധവൽക്കരണം നടത്തി. SKSSF ജില്ലാ സെക്രട്ടറി ഇസുദ്ദീൻ പുതുവാച്ചേരി ദ ഗ്രേറ്റ് ട്രസ്റ്റ് എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും പാത്ത് ടു സക്സസ് എന്ന വിഷയത്തിൽ ട്രെയിനർ അസൈനാർ മാസ്റ്റർ പെരുവാണ വിദ്യാർത്ഥികൾക്കും മോട്ടിവേഷൻ ക്ലാസ് നടത്തി. ചടങ്ങിൽ അൻസാർ വാഫി സ്വാഗതവും മഹല്ല് പ്രസിഡന്റ് മഹറൂഫ്, ജോയിന്റ് സെക്രട്ടറി സമീൽ, വൈസ് പ്രസിഡന്റ് സലീം, PTA പ്രസിഡന്റ് സിറാജ് ബക്കളം, മദ്രസ പ്രധാന അധ്യാപകൻ ഇസുദ്ദീൻ മൗലവി, ദിൽബർ അസ്നവി, ഷരീഫ് മൗലവി, ഷുഹൈബ് തക്കര എന്നിവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7150, പവന് 57,200, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കേരളോത്സവത്തിന് അരങ്ങുണർന്നു. ഇന്ന് സ്റ്റേജ് ഇതര മത്സരങ്ങൾ, നാളെ ഔപചാരിക ഉദ്ഘാടനവും കലാമത്സരങ്ങളും. 29-ന് കേരളോത്സവത്തിന് തിരശ്ശീല വീഴും. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. സംഗമം ഗോകുലം ഓഡിറ്റോറിയത്തിൽ. ഒന്നിക്കാം ഒന്നുകൂടിയിൽ ഒത്തുചേർന്നത് 84-85 ബാച്ച്. ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് CP ജോൺ. ഭൂരിപക്ഷ വർഗീയത അപകടം. BDJSന് UDFിലേക്ക് സ്വാഗതം. പിന്നോക്ക സംവരണം വേണ്ടെന്ന BJPയുടെ നിലപാടിനെ എതിർക്കണമെന്നും CP ജോൺ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.